ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. റാഷ് നാച്ചുറൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നീം പൗഡർ വെച്ചിട്ടൊരു നീമിൻ്റെ സോപ്പാണ്. അതിനായി നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത നീം പൗഡറാണ് ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ അലോവേര ഓയിലും പിന്നെ ഗ്ലിസറിനും പിന്നെ എസെൻഷ്യൽ ഓയിൽ യൂക്കാലിപ്സിൻ്റെ എസെൻഷ്യൽ ഓയിലാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ പിയേഴ്സിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലും പിന്നെ ചെറുതായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി കളറുമാണ്, ഗ്രീൻ കളറാണ്, ടൈഗറിൻ്റെ ഗ്രീൻ കളറാണ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഒന്ന് മെഷർ ചെയ്തെടുക്കാം. അതിനായി നമ്മുടെ കിച്ചൺ സ്കെയിലിൽ നമ്മൾ പാത്രം വെച്ച് നമ്മൾ ടയറിനുള്ളത് നോക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് സോപ്പിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ സോപ്പ് ബേസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞങ്ങൾ സ്ലൈസ് ചെയ്ത സോപ്പ് ബേസാണ് ഇതിനായി യൂസ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളേക്ക് സോപ്പ് ബേസ് ഉണ്ട്, വേണ്ടവർ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് കിട്ടിയിട്ടുള്ളത് 200 ഗ്രാം സോപ്പ് ബേസാണ്. ഇനി നമുക്ക് 200 ഗ്രാം സോപ്പ് ബേസിനുള്ള മിക്സ് റെഡിയാക്കി എടുക്കാം. അതിനായി നമ്മൾ 1.5 ടീസ്പൂൺ നീം പൗഡറാണ് എടുക്കുന്നത്. ഇത് നല്ല ഫൈനായി പൊടിച്ച നീം പൗഡറാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊരു ഒരു സ്പൂണിൻ്റെ പകുതി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് അലോവേര ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ അലോവേര ഓയിലാണ് ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ അലോവേര ഓയിലും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു 5 ഡ്രോപ്സ് എസെൻഷ്യൽ ഓയിലാണ്, യൂക്കാലിപ്സിൻ്റെ എസെൻഷ്യൽ ഓയിലാണ് നമ്മളിതിന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത് എല്ലാതും കൂടി നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് വൈറ്റമിൻ ഇ ഓയിൽ ചേർത്തിരുന്നു, പക്ഷെ അതിൻ്റെ വീഡിയോ ഞങ്ങളുടെ കയ്യിൽ നിന്ന് സ്കിപ്പായി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ വിറ്റാമിൻ ഇ ഓയിലും ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ സോപ്പ് ബേസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിലേക്ക് നമ്മുടെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫുള്ളും മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ സോപ്പ് ബേസിൽ ഈ നീമിൻ്റെ എല്ലാ സംഭവങ്ങളും മിക്സ് ആവുന്ന വരെ നല്ല ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ നീം എന്ന് പറഞ്ഞാൽ ഫേസിനൊക്കെ നല്ലതാണ്, സ്കിന്നിനും ഒക്കെ നല്ലതാണ്. സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും, ഗ്ലോ ആവും. അപ്പോൾ അത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നീം പൗഡർ ആയതുകൊണ്ടാണ് കട്ട വരും, അതുകൊണ്ടാണ് നമ്മളിത് നല്ല മിക്സ് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു തരി പോലെ വരും. അപ്പോൾ അതൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സോപ്പ് മോൾഡിലേക്ക് ഒഴിക്കാം. അതിനു മുമ്പ് നമുക്ക് ഇതിലേക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിയേഴ്സിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ്, നല്ല സ്മെല്ലാണ്. പിയേഴ്സിൻ്റെ സോപ്പിൻ്റെ അതേ സ്മെല്ല് വരും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 2 ml ഫ്രാഗ്രൻസ് ഓയിൽ, പിയേഴ്സിൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള മോൾഡിലേക്കാണ് നമ്മൾ ഒഴിക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മൾ ഒഴിക്കുകയാണ്. നമുക്ക് 200 ഗ്രാം സോപ്പ് ബേസും കൊണ്ട് 2 സോപ്പാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയൊരു സോപ്പ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലത്തെ പാതൊന്നും കളയുന്നില്ല. അതൊരു മോഡലിന് വേണ്ടി കളയുന്നതാണ്. അതവിടെ നിന്നോട്ടെ, നമുക്കത് കളയൊന്നും വേണ്ട. ഇനി 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മളിത് റിമോൾഡ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ സോപ്പ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് റിമോൾഡ് ചെയ്യാൻ നല്ല ഭംഗിയാണ് ഇത് കാണാൻ. അതുപോലെ തന്നെ ഇത് ഫേസിനൊക്കെ നല്ലതാണ്, സ്കിന്നിനും ഒക്കെ ബെറ്റർ ആയിട്ടുള്ളൊരു സോപ്പാണിത്. അപ്പോൾ നമ്മൾ റെക്റ്റാങ്കിൾ ഷേപ്പ് ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഇനി നമുക്ക് രണ്ടാമത്തെ ഒന്ന് റിമോൾഡ് ചെയ്യാം. അത് രണ്ടും നല്ല ഭംഗിയായി വന്നിട്ടുണ്ട്. നമ്മുടെ
ഫേസിനും സ്കിന്നിനും ഒക്കെ നല്ലതാണ്. നല്ല സോഫ്റ്റായ സ്കിന്നൊക്കെ വരും. പിന്നെ നമുക്കിത് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കി ഇതിൻ്റെ ഈ നീം പൗഡറിൻ്റെ തരി കാണാം. അതൊക്കെ നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് മുഖത്തിനൊക്കെ നല്ല സോഫ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് നമ്മൾ നീമിൻ്റെ സോപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.